പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജെനീസിസ് ചാപ്റ്റർ 2 വേഴ്സസ് 8 to 15. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞ് ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദക്കൽ എന്നു പേർ. അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ കാണുന്ന ഒരു ചരിത്ര ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. നാം പലപ്പോഴും വായിക്കുന്നതും സുപരിചിതവുമായ സംഭവങ്ങൾ തന്നെയാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇവിടെ ഒരു തോട്ടം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തോട്ടം എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ മറ്റു സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യനെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കിയ ഒരു തോട്ടമാണ്. പ്രത്യേകമായിട്ട് ഭൂമിയിൽ ഒരു തോട്ടം ദൈവം സംവിധാനം ചെയ്തു. അതിൻ്റെ ചരിത്ര വസ്തുത നമ്മൾ പഠിച്ചാൽ അറിയാം. ഈ ഏദൻ തോട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇറാഖിലെ ബാബിലോണിലാണ്. ആ നിലയിൽ ചരിത്രപരമായിട്ട് ഈ ഏദൻ തോട്ടത്തിൻ്റെ ആധികാരികത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ തോട്ടം ദൈവം പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചു എന്ന് തന്നെ അവിടെ നമുക്ക് വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. എന്നിട്ട് അടുത്ത് പറയുന്നു, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അവർ ഏദൻ തോട്ടം ഉണ്ടാക്കുന്നതിന് മുൻപ് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം പ്രത്യേകമായിട്ട് ഒരു തോട്ടം ഇവിടെ ഉണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ താൻ തന്നെ ആ ഏദൻ തോട്ടത്തിനകത്ത് ആക്കി. അപ്പൊ അവിടെ ചില പ്രത്യേകതകൾ നമ്മൾ കാണുന്നത്, ഒന്ന്, ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു തോട്ടം. ഭൂമിയുണ്ട്, ഭൂമിയിലുള്ള മറ്റു പലതും സൃഷ്ടിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു തോട്ടം, അതാണ് ഈ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത. ഇനിയും ആ ഏദൻ തോട്ടത്തിൽ വസിപ്പാനായിട്ട് ദൈവമാക്കി വെച്ചത് ആരെയാണ്? തന്റെ സകല സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി, ഒരുപക്ഷെ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, സൃഷ്ടികളുടെ മകുടമായി ദൈവത്താൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം തന്നെ ആ തോട്ടത്തിന് അകത്താക്കി. ഇതൊക്കെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചില ആശയങ്ങളെ ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് പറയുന്നത്. ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു തോട്ടവും ആ തോട്ടത്തിൽ മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം തന്നെ കൊണ്ട് പാർക്കാനായിട്ട് ആക്കി വെച്ചു. ഇപ്പൊ 2 പ്രത്യേകതകൾ ആ തോട്ടത്തെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ഇനി മറ്റൊന്ന്, ഈ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ട്? ഈ മനുഷ്യന് അവിടെ നിലനിൽക്കുന്നതിന്, അല്ലെങ്കിൽ ആ മനുഷ്യൻ അവിടെ ജീവിക്കുന്നതിന് ആവശ്യമായ അവന്റെ ഭക്ഷണത്തിനുൾപ്പെടെ ആവശ്യമായതെല്ലാം ദൈവം തന്നെ ആ തോട്ടത്തിൽ ക്രമീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ തോട്ടത്തിൽ നമ്മുടെ ഭാഷ പറയാം, ഇങ്ങനെ പറയാം, കുരുത്തക്കേടൊന്നും കാണിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ഈ തോട്ടത്തിലെ വൃക്ഷഫലങ്ങളും തിന്ന് നല്ല നിലയിൽ ദൈവത്തോടുള്ള സംസർഗത്തിൽ അവിടെ കഴിയാമായിരുന്നു. ആ നിലയിൽ ആ മനുഷ്യൻ അവിടെ പാർക്കുന്നതിന് ആവശ്യമായതെല്ലാം ദൈവം തന്നെ ക്രമീകരിച്ചു വെച്ച ഒരു തോട്ടമായിട്ടാണ് ഈ ഏദൻ തോട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ധാരാളം വൃക്ഷങ്ങൾ, ആ വൃക്ഷത്തിന്റെ ഫലങ്ങളൊക്കെ ഈ മനുഷ്യന് തിന്നാം.
ആ വൃക്ഷങ്ങൾ അത് നല്ല നിലയിൽ വളരുന്നതിനാവശ്യമായ നദി, ആ നദി പല ശാഖകളായിട്ട് ഒഴുകുമ്പോൾ ആ നനവ് ലഭിച്ച് ആ വൃക്ഷങ്ങൾക്കൊക്കെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഈ നദിയും വെള്ളവും മനുഷ്യന് തിന്നാനും കുടിക്കാനും ആവശ്യമായത് എല്ലാം നൽകുന്നതിന് സഹായകരമായ നിലയിൽ തന്നെ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടാണ് ഈ മനുഷ്യനെ ആ തോട്ടത്തിൽ പാർക്കാനായിട്ട് ആക്കി വെച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഒരു തോട്ടവും ദൈവത്താൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം അവിടെ ആക്കി വെച്ചു എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ അവിടെ ജീവിക്കുന്നതിനും നിലനിൽക്കുന്നതിനും ആവശ്യമായത് മുഴുവൻ അവന് വേണ്ടതെല്ലാം ക്രമീകരിച്ചിട്ട് അവനെ അവിടെ കൊണ്ടാക്കി വെച്ച ഒരു സംവിധാനം. അതാണ് ഈ തോട്ടത്തിന്റെ പ്രത്യേകത. എന്നാൽ നാലാമത് ഒരു പ്രത്യേകത ആ തോട്ടത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവിടെ ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം. ആ വൃക്ഷത്തിന്റെ ഫലം ആ തോട്ടത്തിലുണ്ട്. എന്നിട്ട് മനുഷ്യനോട് ദൈവം പറയുകയാണ്, നീ എല്ലാം അനുഭവിച്ചു, പക്ഷേ ഈ ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ കുറെ സമയം ചിലവഴിച്ചെന്ന് പറഞ്ഞു. മനസ്സിലൂടെ പോയ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ്, എല്ലാം അനുഭവിക്കാനായിട്ട് ഇങ്ങനൊരു തോട്ടം ഉണ്ടാക്കി അവനെ അവിടെ കൊണ്ടാക്കിയിട്ട് എന്തിനാ ഈ വൃക്ഷവും അതിനകത്ത് തന്നെ വെച്ച്? അത് ഈ തോട്ടത്തിന് പുറത്തെങ്ങാനും വെച്ചാൽ പോരായിരുന്നു. ഇതവിടെ വെച്ചു പറയാ, ഇത് നീ തിന്നരുത്. ഇവൻ തിന്നരുതാത്ത ഒരു വൃക്ഷവും കൂടെ കൊണ്ട് അതിനകത്ത് തന്നെ ദൈവം വെച്ചിരിക്കുക. അതെന്തിനാ അങ്ങനെ വെച്ചത്? പിന്നീട് ഞാൻ മുമ്പോട്ട് പറയാൻ പോണ കാര്യങ്ങൾ ആ ഒരു ആശയത്തെയും കൂടെ ഒന്ന് ഉറപ്പിക്കുന്ന ചില ചിന്തകളാണ്. എല്ലാം അനുഭവിക്കാവുന്ന നിലയിൽ പ്രയോജനകരമായതെല്ലാം അതിനകത്ത് വെച്ചിട്ട് അതേ ദൈവം അതിനകത്ത് ഇവൻ ചെയ്യരുതാത്ത ഒരു കാര്യം കൂടെ അനുവദിച്ചു വെച്ചിരിക്കുക. അതാണ് ഈ തോട്ടത്തിന്റെ പ്രത്യേകത. അത് മനുഷ്യന്റെ ഫ്രീ വില്ലിനോടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഞാനത് ഇങ്ങനെ പറയട്ടെ, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കത്തക്ക വിധം, എന്നാൽ ചെയ്തു പോകാൻ സാധ്യതയുള്ള, അല്ല ചുരുക്കി പറഞ്ഞാൽ അരുതാത്ത ഒരു കാര്യം കൂടെ ദൈവം ഇതിനകത്ത് അനുവദിച്ചു വെച്ചിരിക്കുക. അതാണ് ഈ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത. ഇത് 4 പ്രത്യേകതകളാണ് ഈ ഏദൻ തോട്ടത്തെ കുറിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നമ്മൾ വേറെ നിലയിൽ എടുത്ത് ചിന്തിച്ചാൽ ഒത്തിരി പ്രത്യേകതകൾ പറയാം. ഞാനത് ഒന്നുകൂടെ വേഗത്തിൽ പറയാം. ദൈവം ഭൂമിയിൽ നിന്ന് പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു തോട്ടം. 2, മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച തന്റെ സൃഷ്ടിയെ ദൈവം തന്നെ അവിടെ കൊണ്ടാക്കി വെക്കുന്നു. 3, ആ സൃഷ്ടിക്ക് അവിടെ നിലനിൽക്കുന്നതിനാവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു തോട്ടം. 4, എന്നാൽ അതേ സമയത്ത് അരുതാത്തതായ ചിലതും അതിനകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു തോട്ടം. ഇതാണ് ഈ ഏദൻ തോട്ടത്തെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ഇവിടെ തോട്ടം എന്നുള്ള പദം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് 15-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏദൻ തോട്ടമെന്ന. ഇത് ചരിത്രപരമായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇറാഖിലെ ബാബിലോണിൽ പ്രത്യേകമായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു തോട്ടം തന്നെയാണ്. ആ നിലയിൽ അതിന്റെ ചരിത്ര വസ്തുത നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ തോട്ടം എന്നുള്ള ആ ആശയത്തിലൂടെ നമ്മൾ നോക്കിയാൽ, നമ്മൾ ഉത്തമഗീതം, അത് നമുക്കറിയാം, ഒരു പ്രേമ കാവ്യമാണ്. ശലോമോൻ പ്രിയയോട് പറയുന്നതായ ചില പ്രേമ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാവ്യമാണ്. എന്നാൽ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ തോട്ടം എന്നുള്ളൊരു ആശയം ശലോമോൻ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്: എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. അപ്പൊ അവിടെ എന്തിനാ തോട്ടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? തന്റെ കാന്തയാണ് തോട്ടം എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ആ തോട്ടത്തിൽ നിന്ന്
എന്താണ് സാധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ 12-ാം വാക്യം മാത്രം ഒന്നുകൂടെ ഒന്നെടുത്തു ശ്രദ്ധിച്ചാൽ അവിടെ മണവാളന്റെ മണവാട്ടിയെയാണ് കാന്ത എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കാന്തയാണ് തോട്ടം എന്നവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്നാലോ? പുതിയ നിയമത്തിൽ ഞാനിപ്പം ഏദൻ തോട്ടത്തിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞത് എല്ലാം ഒന്നെടുത്ത് മറ്റൊരാശയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഭൂമിയിൽ നിന്ന് ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു തോട്ടം. ഇത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ ചരിത്രം വായിക്കുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ചത് ഭൂമിയിലെല്ലാം സൃഷ്ടിച്ചു, ഭൂമിയുണ്ട്. എന്നാൽ അതിൽ തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ പാർപ്പിക്കാൻ ഒരു പ്രത്യേക തോട്ടം, എല്ലാ ക്രമീകരണങ്ങളോടും കൂടെ. ഇതെല്ലാം കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവം വേറൊരു തോട്ടം പ്രത്യേകമായിട്ട് സൃഷ്ടിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ് ആ തോട്ടം? ആ തോട്ടത്തെ നമുക്ക് ഇങ്ങനെ പറയാം, സഭ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതും ഒരു സമാനതയാണ്. മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കത്തിൽ ആ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഈ തോട്ടത്തെ കുറിച്ച് പറഞ്ഞതെങ്കിൽ പുതിയൊരു യുഗം തുടങ്ങുന്ന, പുതിയൊരു തോട്ടം ദൈവം പണിയുന്ന ആ ചരിത്രം പറഞ്ഞിരിക്കുന്നതും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. അവിടെ അതിനു മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നിവർത്തിക്കപ്പെടുകയാണ്. താൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. നമുക്കറിയാം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവ് ആ വാക്ക് പറഞ്ഞത്. ആ വാക്കിൻ പ്രകാരം കർത്താവ് തന്നെ പണിത, അല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു തോട്ടം. ഇപ്പൊ ദൈവസഭയെ തോട്ടം എന്ന് പറയാമോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിച്ചാൽ നമുക്ക് പറയാമെന്ന് മനസ്സിലാക്കാം. എന്താ അവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്? അല്ലെ, കർത്താവ് തന്നെ പറയുന്നത് എന്താ? ഞാൻ മുന്തിരിവള്ളിയും പിതാവ് തോട്ടക്കാരനും. അവൻ തന്റെ ശിഷ്യന്മാർ പാർക്കുന്ന ആ പ്രദേശത്ത്, ആ സ്ഥാനത്തെ കുറിച്ച് അതിന്റെ ഉടയവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് താൻ തോട്ടത്തിന്റെ ഉടയവൻ എന്ന, തോട്ടക്കാരൻ എന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് കൂട്ടു സഹോദരന്മാരോട് ചേർന്ന് താൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ, കൊരിന്ത്യ സഭയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. അപ്പൊ ഈ നടുന്നതും നനയ്ക്കുന്നതും ഒക്കെ എവിടെയാണ്? എവിടെ കാണുന്ന പ്രവർത്തനങ്ങളാണ്? ഒരു വൃക്ഷം നടുക, ഒരു ചെടി നടുക, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിന് വെള്ളമൊഴിക്കുക, നനയ്ക്കുക. അപ്പൊ അവിടെ പൗലോസ് ദൈവസഭയെ എന്തിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഒരു തോട്ടത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുക. അപ്പൊ അങ്ങനെ നോക്കിയാൽ, ഞാൻ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ തോട്ടത്തെ കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് പുതിയ നിയമത്തിൽ ദൈവത്താൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഈ തോട്ടത്തെ കുറിച്ചാണ്. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ദൈവസഭയുടെ ഒരു നിഴലാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയല്ല. എന്നാൽ ഈ തോട്ടത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ദൈവം പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു തോട്ടത്തെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. അതേതാണ് ആ തോട്ടം? അത് ദൈവസഭയാണ്. അത് ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചതല്ലേ? ഭൂമിയിൽ പാർക്കാൻ മറ്റനേക പ്രദേശങ്ങളുള്ളപ്പോൾ, മറ്റു സൃഷ്ടികളൊക്കെ അവയെ പാർക്കുമ്പോൾ, തന്റെ സൃഷ്ടിയിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പാർക്കാൻ ഒരു പ്രത്യേക തോട്ടം ദൈവം സൃഷ്ടിച്ചതുപോലെ ഭൂമിയിൽ മനുഷ്യർ ധാരാളമുള്ളപ്പോൾ സൽപ്രവൃത്തികൾക്കായി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ട ഒരു കൂട്ടത്തെ പാർപ്പിക്കാൻ ദൈവം പണിത ഒരു തോട്ടമാണ് ഏത്? ദൈവസഭ എന്ന് പറയുന്നത്. ഈ ദൈവസഭ എന്ന തോട്ടത്തിൽ ഈ മനുഷ്യനെ കൊണ്ട് ആക്കിയതും ദൈവമാണ്. അങ്ങനെ തന്നെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഈ തോട്ടം പണിതതും ആര് തന്നെയാണ്?
പുതിയ നിയമത്തിലെ ഈ തോട്ടം പണിതതും ആര് തന്നെയാണ്? ദൈവം തന്നെ, കർത്താവ് തന്നെ പണിത ഒരു തോട്ടം. ഈ തോട്ടത്തിൽ പാർക്കാനുള്ള ആളുകളെ സൃഷ്ടിച്ചതും ആര് തന്നെയാണ്? സൽപ്രവൃത്തികളായി സൃഷ്ടിക്കപ്പെട്ടവരെ, അല്ലെങ്കിൽ അവരെ സൃഷ്ടിച്ചത്, അവരെ രക്ഷിച്ചത്, അവരെ ഇവിടെ കൊണ്ടാക്കി വെച്ചത്, അതിലേക്ക് അവരെ ചേർത്തത്, അതും ആര് തന്നെയാണ്? അതും ദൈവം തന്നെയാണ്. അപ്പൊ ഏദൻ തോട്ടം പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് സമാനതകൾ പലതുള്ള ഒരു തോട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തോട്ടം എന്നുള്ള നിലയിൽ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളും കൂടാണ് ഞാൻ ഓർപ്പിച്ചത്. ശലോമോൻ പറയുമ്പോൾ ആ തോട്ടം ആരാണെന്ന് പറയുന്നുണ്ട്. ആരാണ് ആ തോട്ടം? കാന്ത. ദൈവസഭ കുഞ്ഞാടിന്റെ കാന്തയല്ലേ? കുഞ്ഞാടിന്റെ കാന്ത എന്നുള്ള നിലയിൽ തോട്ടമായ ദൈവസഭയാണ് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഇനിയും അവിടെ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത മൂന്നാമത് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ അവിടെ പാർക്കുന്നതിനും നിലനിൽക്കുന്നതിനും ആവശ്യമായതെല്ലാം അവിടെ ദൈവം കൊടുത്തിരുന്നു എന്നാണ്. എന്താ നമ്മള് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത്? ദൈവസഭയ്ക്കകത്ത് മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. എന്താ നമ്മള് 2 തിമോഥെയോസ് 3:16-17 വാക്യങ്ങളിൽ വായിക്കുന്നത്? സൽപ്രവൃത്തികളിൽ തികഞ്ഞവരാകേണ്ടതിന്, അല്ലെ? സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. അവർ സൽപ്രവൃത്തികളിൽ തികഞ്ഞവരാകേണ്ടതിനാണ്. എന്തൊക്കെ വേണം? ഉപദേശം വേണം, ശാസനം വേണം, ഗുണീകരണം വേണം, നീതിയിലെ അഭ്യസനം വേണം. ഇതിനെല്ലാം പ്രയോജനമുള്ള തിരുവെഴുത്ത് ഇതിനകത്ത് ദൈവം തന്നിട്ടുണ്ടെന്ന്. ആ വാക്യം ഒന്ന് വായിക്കാമോ ചോദിച്ചാൽ? 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ തിരുവെഴുത്തും എന്നിട്ട് അടുത്ത് പറയുന്നു, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും തികഞ്ഞവനാകേണ്ടതിന്. അപ്പൊ അവനെ എന്തിനാണോ അതിനകത്ത് സൃഷ്ടിച്ചാക്കിയത്? എന്തിനാ? സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. ആ സൽപ്രവൃത്തിയിൽ അവൻ തികഞ്ഞു വരണമെങ്കിൽ അതിന് വേണ്ടത് എന്തൊക്കെയാ? അടുത്ത് പറയുന്നു. എന്തൊക്കെ വേണം? ഉപദേശം വേണം, ശാസനം വേണം, ഗുണീകരണം വേണം, നീതിയിലെ അഭ്യസനം വേണം. ഇതിനെല്ലാം വേണ്ടത്, പ്രയോജനമുള്ളത് അതിനകത്ത് തന്നിട്ടുണ്ട്. എന്താ ആ തന്നിരിക്കുന്നത്? എല്ലാം തിരുവെഴുത്തും. അപ്പം ദൈവസഭ എന്ന ഈ തോട്ടത്തിലെ അതിനകത്ത് ഇൻമേറ്റ്സിന്, അതിനകത്ത് വസിക്കുന്നവർക്ക്, അവർ ദൈവത്തെ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടവരാ. ദൈവമാണ് അവരെ അതിനകത്തുകൊണ്ടാക്കിയിരിക്കുന്നത്. അതാരാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ, നമ്മളാ. നമുക്കിതിനകത്ത് പ്രയോജനമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അതാണ് ദൈവസഭയുടെ പ്രത്യേകത. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, നമ്മുടെ നിലനിൽപ്പിന് എന്തിന് ദൈവം നമ്മെ സൃഷ്ടിച്ചോ ആ കാര്യത്തിൽ തിരിഞ്ഞു വരേണ്ടതിന് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏതിലൂടെയാണ്? അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരുവെഴുത്ത്. ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമായി ദൈവം തന്നിട്ടുള്ള തിരുവെഴുത്ത്, അത് നമുക്കുണ്ട്. ഈ 4-ാമത്തെ പ്രത്യേകത, അരുതാത്തതും ചെയ്യരുതാത്ത കാര്യം എന്തോ അതും ഇതിനകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ വളരെ ചിന്തിച്ചു. പക്ഷേ ദൈവസഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രം പഠിക്കുമ്പോഴാണ് വേദപുസ്തകത്തിൽ ദൈവസഭയുടെ ചരിത്രത്തിനകത്ത് അരുതാത്ത പല കാര്യങ്ങളും സംഭവിച്ചതും രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതും അവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കൊരിന്ത്യരോട് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന ഒന്നാമത് ഞാൻ കേൾക്കുന്നേ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ അരുതാത്ത ചിലതുണ്ട്. തിന്നരുതാത്ത വൃക്ഷത്തിന്റെ ഫലം അവിടെ നിപ്പുണ്ട്. എന്തിനാ അതവിടെ വെച്ചിരിക്കുന്നേ? അതവിടെ നിന്നുണ്ട്. പക്ഷെ നിങ്ങൾ തിന്നരുത്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? അരുതാത്തത് അവിടെ ഉണ്ട്, ഭിന്നതയുണ്ട്. പിന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നില്ലേ, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ, അപ്പൊ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, അല്ലേ? അപ്പൊ അരുതാത്തത് ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്തിന്? കൊരിന്ത്യ ലേഖനം ഉൾപ്പെടെയുള്ള ലേഖനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കിക്കേ.
ദൈവസഭയിൽ പാടില്ലാത്ത പലതും ദൈവസഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് വിശുദ്ധ തിരുവെഴുത്തിൽ. അതാ തിരുവെഴുത്തിന്റെ പ്രത്യേകത. ഞാൻ ആ ചിന്തയും കൂടെ മനസ്സിൽ വന്നപ്പോഴാണ് എന്തിനാ ദൈവം ഈ അരുതാത്ത ഈ ഫലം ഉള്ള വൃക്ഷവും കൂടെ വെച്ചതെന്നുള്ള ആ ചോദ്യത്തിന് ഒരു മറുപടി എന്റെ മനസ്സിലൊന്ന് കിട്ടിയത്. ഈ തോട്ടത്തിലും അരുതാത്ത പലതും ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്ക് തന്നെ പറയുക. അതാണ് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രം. പക്ഷെ ഒരു കാര്യം, തിന്നരുതാത്ത വൃക്ഷത്തിന്റെ ഫലം അവിടെ ദൈവം വെച്ചത് എന്തിനു വേണ്ടിയാ? അതവിടെ നിൽക്കുന്നത് കൊണ്ട് തിന്നേക്കാമെന്ന് വെക്കാനല്ല, തിന്നാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രത്തിലും അരുതാത്ത പലതും നടന്നത് അതുപോലെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് എന്തിനാ? അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ലെന്ന് പറയാൻ വേണ്ടിയല്ല, പിന്നെയോ ഇന്ന് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അരുതാത്ത പലതും 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചതൊക്കെ അങ്ങനെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമാണെന്നുള്ളതിന്റെ തെളിവ് കൂടി അത് കേട്ടോ. ഇത് ദൈവം രേഖപ്പെടുത്തിയ പുസ്തകമായതുകൊണ്ട് ഉള്ളതുപോലെ കുറിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് അന്ന് സംഭവിച്ച ഈ തെറ്റുകളും അതുപോലെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? ഇത് നമുക്കൊരു മുന്നറിയിപ്പ. അന്ന് ഭിന്നതയുണ്ടായിരുന്നോ? അരുത്. അന്ന് ചിലർ സഭായം ഉപേക്ഷിച്ചോ? അരുത്. അന്ന് തിന്നരുതാത്ത ഫലമുള്ള വൃക്ഷമുണ്ടോ? നിങ്ങൾ തിന്നരുത്. എന്തിനാണ് ഇത് അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? അതാണ് ഈ തോട്ടത്തിന്റെ പ്രത്യേകത. അതാണ് ഈ ദൈവസഭ എന്ന കാന്തയായ തോട്ടത്തിന്റെ പ്രത്യേകത. ഈ തോട്ടത്തെ കുറിച്ച് ഈ 4 പ്രത്യേകതകളും പറയുമ്പോൾ ഉത്തമഗീതത്തിൽ വായിച്ച ഒരു കാര്യം കൂടെ 5-ാമത്തെ പ്രത്യേകതയായിട്ട് ഞാനൊന്ന് എടുത്തു പറയുക. ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 4 പ്രത്യേകതകളാണ് ഈ തോട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ 5-ാമത്തെ പ്രത്യേകത കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ സഹോദരി, എന്റെ കാന്ത. അടുത്ത വാക്ക്. എന്നാൽ ഈ തോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഈ തോട്ടത്തിന്റെ പ്രത്യേകത? നമ്മൾ പുതിയ നിയമത്തിൽ ഇപ്പം ചിന്തിച്ച പൗലോസ് നട്ട, പൗലോസ് നനച്ച, പിതാവ് തോട്ടക്കാരനായിരിക്കുന്ന ആ തോട്ടത്തെ കുറിച്ചും ഈ 5-ാമത്തെ പ്രത്യേകത അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താ? ഇത് കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. എന്താ കെട്ടിയടച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ ചുറ്റും മതിലുണ്ട്, വേലികളുണ്ട്. എന്തിനാ ഈ മതിലും വേലിയൊക്കെ? എന്തിനാണെന്നുള്ളത് നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. നെഹമ്യാവ് എന്തിനു വേണ്ടിയാ നിലവിളിച്ചതും കരഞ്ഞതും? നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തന്റെ ജനം പാർക്കുന്ന പട്ടണത്തിന്റെ മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുക, വാതിലുകളൊക്കെ തീ വെച്ച് ചുട്ടുകിടക്കുക. കെട്ടിയടക്കപ്പെട്ട ഒരു പട്ടണമാ, മതിലുകളുള്ള ഒരു പട്ടണമാ. എന്നാൽ നമ്മൾ അവിടെ വായിക്കുന്നത് ആ മതിലുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവിടെ നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക അതിന്റെ പരിഹാരത്തിന് വേണ്ടി. അപ്പോൾ ദൈവജനം പാർക്കുന്ന തോട്ടം എന്ന് പറയുന്നത് കെട്ടിയടച്ച മതിലുകൾ ഉള്ള തോട്ടമായിരിക്കണം. എന്തുകൊണ്ടാ നെഹമ്യാവ് ആ യാഥാർത്ഥ്യം കണ്ട് നിലവിളിച്ചത്, കരഞ്ഞതും? അതിന്റെ കാരണം കെട്ടിയടക്കപ്പെട്ട വളരെ സ്ട്രോങ് ആയ മതിലുകൾ ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? കഴിഞ്ഞ വെള്ളിയാഴ്ച കർത്താവിനുദാസൻ ജോൺ സെബാസ്റ്റ്യൻ ജോവേൽ പ്രവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പറഞ്ഞപ്പോൾ അവിടെ വെട്ടുക്കിളി അല്ലെങ്കിൽ ശത്രു സൈന്യം വരുന്നതിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു വേദഭാഗം എടുത്താണ് തന്നെ തുടർന്നുള്ള സന്ദേശം പറഞ്ഞത്. അവിടെ ആ വേദഭാഗം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വന്നവര് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ വരുന്ന വെട്ടുക്കിളികളെ കുറിച്ച് പറയുന്നത് അവർ മതിലി ചാടി വരുമെന്ന്, അല്ലെ? അവര് മതിലി ചാടി വരും, അവർ മതിലിന്മേൽ ഓടും എന്നൊക്കെയാ പറയുന്നത്. ആരെ കുറിച്ചാ പറയുന്നത്? ശത്രു സൈന്യം വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, മതിലുകൾ ഉണ്ടേ തന്നെ അതിന്റെ മേളിൽ കൂടെ ഓടി വരും, മതിലുകൾ ഉണ്ടേ തന്നെ അത് ചാടിക്കിടക്കും. അപ്പം പിന്നെ മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുകയാണല്ലോ. അതാണ് ദൈവജനത്തിന് സംഭവിച്ചത്, ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്. അവരുടെ മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്ന കാഴ്ച
കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമായി സംരക്ഷിക്കപ്പെടേണ്ട ദൈവസഭ ചുറ്റുമുള്ള മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോൾ നെഹമ്യാവിന് ദൈവസന്നിധിയിൽ നിലവിളിക്കാനേ കഴിഞ്ഞുള്ളൂ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ മതിലുകളിന്റെ രണ്ട് പ്രയോജനം: ഒന്ന്, ശത്രു അകത്തേക്ക് കയറാതിരിക്കും. മാത്രമല്ല, ചുറ്റും നല്ല മതിലുകൾ ഉണ്ടെങ്കിൽ അകത്തുനിന്ന്, ചില വീടുകൾക്കൊക്കെ മതിലില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ റോഡ് സൈഡിലാണ് പാർക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല, അവർക്കറിയത്തില്ല റോഡെ വാഹനം പോകുമെന്ന്. ഓടി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്തുനിന്ന് ആവശ്യമില്ലാതെ പുറത്തേക്കും പോകാതിരിക്കാനാണ് ചുറ്റും മതിലുകളും വാതിലുകളും ഒക്കെ. അപ്പം ദൈവസഭ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ചുറ്റും ശക്തമായ മതിലുകളുണ്ട്. ലോകം അകത്തേക്ക് പ്രവേശിക്കാതെ നോക്കേണ്ടത് ദൈവസഭയുടെ ചുമതലയാണ്. ഇതിനകത്തുള്ള ഒരാവശ്യമില്ലാതെ ലോകത്തിലേക്ക് ഇറങ്ങി അപകടം വരുത്തി വെക്കാതെ നോക്കേണ്ടതും ദൈവസഭയുടെ ചുമതലയാണ്. കാരണം ഇതിന് ചുറ്റും നല്ല ശക്തമായ മതിലുണ്ട്. കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് ദൈവസഭ. ആ മതിൽ എന്താ, അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകാനായിട്ട് നിവൃത്തിയില്ല. ഞാൻ ഇങ്ങനെ മാത്രം പറയട്ടെ, ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം എന്നുള്ള നിലയിൽ ഇതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയും ദൈവത്താൽ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ്. ഈ കെട്ടിയടയ്ക്കപ്പെട്ട മതിലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇതെന്നേ നശിച്ചു പോയേനെ. ഇതിന്റെ പ്രാരംഭം മുതൽ തന്നെ പല ശക്തികളും ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ, ദൈവസഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ദൈവസഭയുടെ തുടക്കം മുതലുള്ള ചരിത്രം പഠിച്ചാൽ അന്ന് മുതൽ പുറത്തുനിന്നുള്ള ശക്തികൾ അകത്ത് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും സഭയെ സാരമായി ബാധിച്ചിട്ടില്ല. എന്നൊക്കെ പുറത്തുനിന്ന് ഉപദ്രവം ഉണ്ടായോ അന്നൊക്കെ സഭ വളർന്നിട്ടേ ഉള്ളൂ. എന്നാൽ എന്ന് അകത്തുനിന്ന് പുറത്തോട്ട് പോകാൻ തുടങ്ങിയോ അന്ന് സഭയുടെ അധപ്പതനും അല്ലെ. ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പഠിച്ചാൽ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ സഭാ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയട്ടെ, ഒരു സ്ഥലം സഭ എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെടുന്നത് പുറത്തുനിന്നുള്ള ഉപദ്രവങ്ങൾ കൊണ്ടല്ല. പുറത്തുനിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമായതുകൊണ്ട് ദൈവം അതിനെ സംരക്ഷിച്ചും സൂക്ഷിച്ചും കൊണ്ടുപോകും. എന്നാൽ അതിന്റെ അധപ്പതനം എവിടുന്നേ സംഭവിക്കുകയുള്ളൂ? അകത്തുനിന്ന് ഈ മതിലും വേലിയും പൊളിച്ചു പോകാൻ ശ്രമിച്ചാൽ, കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം എന്നുള്ള ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ സഭയുടെ ആത്മീക അധപ്പതനം ആരംഭിക്കുക. അത് നമുക്കൊരു വലിയ മുന്നറിയിപ്പ് കൂടാണ്. ഞാൻ അങ്ങനെ മാത്രം പറയട്ടെ. ഞാൻ ആശയങ്ങളെല്ലാം അവിടെ നിർത്തുന്നു. ഈ തോട്ടത്തിൽ എന്തിനാണ് ദൈവം മനുഷ്യനെ കൊണ്ടാക്കി വെച്ചത്? അതുകൊണ്ട് രണ്ട് കാര്യം പറഞ്ഞ് സമയത്ത് അവസാനിപ്പിക്കുന്നു. എന്തിനാണ് ദൈവം മനുഷ്യനെ ഈ തോട്ടത്തിൽ കൊണ്ടാക്കി വെച്ചത്? ഏദൻ തോട്ടത്തിൽ. ഈ ഏദൻ തോട്ടത്തിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞു. തോട്ടം കാന്ത തോട്ടമാണെന്ന് ശലോമോൻ പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ പ്രത്യേകതകൾ മുഴുവനുള്ള കുഞ്ഞാടിന്റെ കാന്ത എന്ന സഭ തോട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ തോട്ടത്തിൽ മനുഷ്യനെ ദൈവമാക്കി വെച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളെ പറയാൻ നിവൃത്തിയുള്ളൂ. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ അടുത്തത് എന്തിനാക്കി വെച്ചത്? രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു. വേല ചെയ്യുവാനും അതിനെ കാപ്പാനും. To work and to keep it. ഏതും തോട്ടം ഇത്രയോ മനോഹരമായി സൃഷ്ടിച്ച് അതിനകത്തുകൊണ്ട് ഈ മനുഷ്യനെയും എല്ലാ സൗകര്യങ്ങളോടും കൂടെ എന്നരുതെന്ന് പറഞ്ഞൊരു വൃക്ഷവും കൂടെ വെച്ച് അതിനകത്ത് കൊണ്ടാക്കി വെച്ചത് എന്തിനു വേണ്ടിയാ? ഒന്ന്, വേല ചെയ്യാൻ. രണ്ട്, അതിനെ കാക്കുവാൻ. ആ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലൊക്കെ പല വേർഷൻസ് ഞാൻ മാറി നോക്കിയപ്പോൾ പല വാക്കുകൾ അതിനകത്ത് കണ്ടു. അറ്റൻഡ് അല്ലെങ്കിൽ കീപ്, വർക്ക്, ഈ രണ്ട് വാക്കുകൾക്ക് മാറി മാറി ഉപയോഗിച്ചിരിക്കുന്ന. കീപ്പ് എന്നുള്ളതിന് ടു ടേക്ക് കെയർ, ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പച്ച മലയാളത്തിൽ തന്നെ നമുക്കങ്ങ് ചിന്തിക്കാം. എന്തിനാ ദൈവം എന്നെ നിങ്ങളെ ഈ കെട്ടിയടച്ച തോട്ടത്തിനകത്ത് ഇത്രയും സൗകര്യങ്ങളോടുകൂടി എല്ലാത്തിനും പ്രയോജനമുള്ളത് നമുക്ക് തന്ന്
വേണ്ടതെല്ലാം തന്ന് താൻ ഏറ്റവും അനുകൂലമായി ഒരു തോട്ടം, ഒരു സഭയെ പണിത് അതിനകത്ത് നമ്മെ കൊണ്ടാക്കി വെച്ചിരിക്കുക. ദൈവസഭ എന്ന ഈ തോട്ടത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും പങ്ക് തന്നിരിക്കുന്നത്, എന്നെയും നിങ്ങളെയും കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ ഒന്നോട് എടുത്തു പറയുക. ഒന്ന്, ഇവിടെ വേല ചെയ്യാനും ഇത് ആക്കുവാനും. ആ രണ്ടും മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. ഇതിനകത്ത് വേല ചെയ്യണം. ഇതിനകത്ത് മടിയന്മാരെ അല്ല വേണ്ടതാണോ? ആണോ? അലസന്മാരെ അല്ല വേണ്ടത്. ഈ തോട്ടത്തിലാക്കപ്പെട്ട മനുഷ്യൻ വേല ചെയ്യുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവസഭയിൽ ഓരോരുത്തർക്കും ഓരോ വേല ദൈവം തന്നിട്ടുണ്ട്. അവരവരുടെ വേല എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സഭയുടെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കുമായി ചെയ്യുവാൻ കടപ്പെട്ടവരാണ് ഓരോരുത്തരും. വേല ചെയ്യാൻ അതിനകത്ത് കൊണ്ടാക്കിയത്. ഈ വേലയെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞ പദങ്ങളും ഇതിനോട് ചേർത്തൊക്കെ നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ഇതൊക്കെ ചില 1-2 മണിക്കൂറുകൾ വിശദമായി ക്ലാസ് എടുക്കേണ്ട രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിൽ പോകാതെ ഞാനങ്ങ് പറയുകയാണ്. അവിടെ പൗലോസ് പറയുന്ന 2 വേല ഏതാണെന്ന് അറിയാമോ? ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. നടുകയും നനയ്ക്കുകയും ഞാൻ തന്നെ വേണമെന്ന് ചിന്തിക്കണ്ട, അല്ലേ? നടുകയും നനയ്ക്കുകയും ഞാൻ തന്നെ വേണമെന്ന് വിചാരിക്കണ്ട. നടാൻ ഒരാളാണ്, നനയ്ക്കാൻ വേറൊരാള്. അങ്ങനെ പല വേലയാണ് തന്നിരിക്കുന്നത്. പക്ഷേ നടുന്നവരും നനയ്ക്കുന്നവരും ഒന്നുമില്ല. വളരുമാറാക്കുന്നത് ഏതാ? ഞാൻ നട്ടുകൊണ്ടല്ല നനച്ചത്, പിന്നെ ഞാൻ ഞാൻ നട്ടുകൊണ്ടല്ല വളർന്നത്, ഞാൻ നനച്ചുകൊണ്ടുമല്ല വളർന്നത്, പിന്നെ തോട്ടത്തിന്റെ ഉടയവൻ തോട്ടക്കാരനാ വളരുമാറാക്കുന്നത്. ഈ ചിന്തയോടുകൂടി നടാനും നനയ്ക്കാനും ആരെയൊക്കെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ വേല സഭയ്ക്കുള്ളിൽ ചെയ്യില്ല. കർത്താവ് തന്നെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അത് വേറൊരു സന്ദേശമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒറ്റ വാക്കിൽ എന്ന് പറയുക, ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അതിൽ നല്ലൊരു പങ്ക് ആളുകളും മീൻ പിടിക്കുന്നവരായിരുന്നു. വെറുതെ ഇരിക്കുന്നവരെ ആരെ കർത്താവ് വിളിച്ചോ? എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരെയാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നവരെയാണ് വിളിച്ചത്. അതിൽ മീൻ പിടിക്കുന്നവരെ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചാൽ അറിയാം, ചിലര് വല വീശിലായിരുന്നു, ഒരു വേല ചെയ്യുകയായിരുന്നു. വേറെ ചിലര് വല നന്നാക്കുകയായിരുന്നു. വേറെ ചിലര് വല കഴുകുകയായിരുന്നു, അല്ലേ? നമ്മൾ വായിച്ചാൽ അറിയാം. ഈ മീൻപിടുത്തത്തോട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട 3 വേലകളാ. വല വീശുന്ന വേലയുണ്ട്, വല കഴുകുന്ന വേലയുണ്ട്, വല നന്നാക്കുന്ന വേലയുണ്ട്. ഈ തോട്ടത്തിലും ഈ വേലയൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചിലര് വല വീശാൻ പോകും, വീശി കിട്ടുന്ന മീനും കൊണ്ടുവരും. ചിലര് വല നന്നാക്കണം. അകത്ത് ചില കണ്ണിയൊക്കെ അകന്ന് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കൂട്ടിപ്പിടിപ്പിച്ചില്ലെങ്കിൽ പുതിയത് കൊണ്ടിട്ട് ഓരോന്നോരോ നീ കെഴുത്ത വഴി ചോർന്നു പോവുകയുള്ളൂ. പോകാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് വന്നതൊക്കെ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ നന്നാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ചെളിയൊക്കെ പറ്റാം. അങ്ങനെ വരുമ്പോൾ ഈ വചനമാകുന്ന ജലം കൊണ്ട് കഴുകുന്ന വേല ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇതിനകത്തുണ്ടായിരിക്കേണ്ട ചില വേലകളാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. എന്തിനാ ദൈവം നമ്മെ ഇതിനകത്തോണ്ടാക്കി വെച്ചിരിക്കുന്നത്? വേല ചെയ്യാനാ. എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി വെറുതെ ഇരിക്കാനല്ല, വെറും കാഴ്ചക്കാരായി ഞായറാഴ്ച വിശ്വാസികളായി മാത്രം ഇരിക്കാൻ വേണ്ടിയല്ല, അതും വന്ന് കണ്ടും കേട്ടും കഴിച്ചും പോകുന്നവരായി മാത്രം ഇരിക്കാനല്ല. പിന്നെയോ ദൈവസഭയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം വേലകൾ നമുക്കുണ്ട്, ഏതെല്ലാം കൃപാവരങ്ങൾ വ്യത്യസ്തമായത് നമുക്ക് തന്നിട്ടുണ്ട്. ചിലരെ നടാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല എന്നെ ഏൽപ്പിച്ചത്, നനയ്ക്കാനാ, തിരിച്ചറിഞ്ഞ് ആ വേല ചെയ്യാനാ ദൈവം ഈ തോട്ടത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി 2ാമത്തെ കാര്യം കൂടെ വേഗത്തിൽ ഞാൻ പറയാം. വേല ചെയ്യാനും പിന്നെ അടുത്ത വാക്ക് നമ്മളവിടെ വായിക്കുന്നത് കാപ്പാനും എന്ന് പറഞ്ഞാൽ അതിനെ കാത്തു സൂക്ഷിക്കാൻ. ശരിക്കതാ, കാത്തു സൂക്ഷിക്കാൻ. എന്താ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശരിയായ ഈ തോട്ടം കാത്തു സൂക്ഷിക്കാൻ അതിനകത്താക്കി എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ ശത്രു വരാതെ, ഈ തോട്ടത്തിൽ കളയൊന്നും വരാതെ, ഈ തോട്ടത്തിൽ അരുതാത്തതൊന്നും പ്രവേശിക്കാതെ, ഈ തോട്ടത്തിന് ഒരു കേടും വരാതെ, ഇതിന്റെ ഭംഗി നഷ്ടപ്പെടാതെ, ഇതിന്റെ മഹത്വം നഷ്ടപ്പെടാതെ അത് നിലനിർത്തി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ദൈവം മനുഷ്യനെ കൊണ്ട് ഇതിനകത്ത് ആക്കി വെച്ചു. നോക്കണേ, അതിനകത്താണ് പാമ്പിന്റെ രൂപത്തിൽ കയറി വന്നത്, അല്ലേ? അതിനകത്താണ് പിശാച് കയറി വന്നത്. ഇതിനകത്ത് കേറാതെ നോക്കേണ്ട ചുമതല ആർക്കായിരുന്നു? ഈ
ജീവി ഇതിനകത്ത് കയറാതെ നോക്കേണ്ട ചുമതല ആർക്കുള്ളതായിരുന്നു? എന്തിനാ ഇവനെ കൊണ്ട് ഇവിടെ ആക്കി വെച്ചേ? അവൻ ദൈവം എന്തിനാക്കി വെച്ചോ ആദ്യം തന്നെ അത് തെറ്റിപ്പോയി. അത് തെറ്റിയതോടെ മുഴുവൻ തെറ്റി. അതല്ലേ സംഭവിച്ചത്? പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് പിശാച് കേറാതെ നോക്കേണ്ട ചുമതല ഈ മനുഷ്യനുള്ളതാ. അവനെ അതിനകത്ത് കൊണ്ടാക്കിയിട്ട് ദൈവം അവനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, ഇത് കാത്തു സൂക്ഷിച്ചോണമെന്നുള്ളതാണ്. അതവന് പാലിക്കാൻ പറ്റിയില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ വേഗത്തിൽ പറയുക, വിശദീകരിക്കാതെ. ഈ തോട്ടത്തിന് കേടുവരാതെ, ഇതിന് കളങ്കമൊന്നും വരാതെ, ഇതിന്റെ മനോഹാരിത നഷ്ടപ്പെടാതെ, ഇതിന്റെ മഹത്വം നഷ്ടപ്പെടാതെ ഇത് നിലനിൽക്കണമെങ്കിൽ അത് ഞാൻ കാത്തു സൂക്ഷിക്കുന്നേ. എന്നെ ഇതിനകത്താക്കി വെച്ചിരിക്കുമ്പോൾ പറയട്ടെ, ദൈവസഭയെന്ന ഈ തോട്ടത്തെ കാക്കാനായിട്ട് എന്നെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ കാക്കേണ്ട ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാനൊന്ന് പറയാം. വിശദീകരിക്കുകയില്ല, അതിനുള്ള സമയമില്ല. ആരെങ്കിലും വേഗത്തിൽ എടുത്തു വായിച്ചാൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ കാക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. എഫേസ്യർ 4:3. നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ തോട്ടത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഇത് കാത്തു സൂക്ഷിക്കാനാണ്. എന്താ കാത്തു സൂക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ഇടയിൽ ആത്മാവിന്റെ ഒരു ഐക്യത ഞാൻ തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ മതി. നമ്മളെ കൊണ്ട് ഐക്യത ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ദൈവം തന്നെ ഐക്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവമക്കൾ നാം ഒന്നാണ്. ഒരപ്പന്റെ മക്കൾ, ഒരു പിതാവ്, ഒരാത്മാവ്. എത്രയോ കാര്യങ്ങൾ ഒന്ന് എന്ന നിലയിൽ ദൈവവചനം പറയുന്നുണ്ട്. ഞാനിങ്ങനെ മാത്രം പറയട്ടെ, നമ്മുടെ ഇടയിൽ ദൈവം തന്നിട്ടുള്ള ഈ ഐക്യത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ ഈ തോട്ടത്തിൽ നമ്മൾ കാക്കേണ്ട ഒന്ന്, ഇതിനകത്ത് ഐക്യത കാത്തു സൂക്ഷിക്കുക. 1 തിമോഥെയോസ് 4:16. 1 തിമോഥെയോസ് 4:16. നിന്നിൽ തന്നെ ഉപദേശത്തെയും, ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ്, നിന്റെ ഉപദേശത്തെയും നീ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ ദുരുപദേശം വരാതെ കാത്തുകൊള്ളുക. ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുള്ള ദൈവവചനത്തിലെ ഉപദേശങ്ങൾ നീ കാത്തുകൊള്ളുക. ഇനി 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കേണ്ട, സുപരിചിതമാണ്. ഞാനത് പറയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഞാൻ എന്താ കാത്തു സൂക്ഷിച്ചേ? വിശ്വാസം കാത്തു സൂക്ഷിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം, എന്റെ കൽപ്പനകളെ നിങ്ങൾ കാക്കുന്നു എങ്കിൽ, ദൈവകൽപ്പനകൾ നമ്മൾ കാക്കുവാൻ കടപ്പെട്ടവരാണ്. 1 തിമോഥെയോസ് 5:22. അതൊന്ന് വായിച്ചു. 1 തിമോഥെയോസ് 5:22. അവിടെ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. അവിടെ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ കീപ് യുവർസെൽഫ് പ്യുവർ എന്ന് പറഞ്ഞാൽ നിർമ്മലത കാത്തുകൊള്ളുക, വിശുദ്ധി കാത്തുകൊള്ളുക. പറയട്ടെ, നമ്മൾ ഇതിനകത്ത് ദൈവം കൊണ്ട് നമ്മളെ ആക്കിയിരിക്കുമ്പോൾ, നമ്മൾ ഇത് കാത്തു സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഏതെങ്കിലും തോട്ടത്തിൽ ഇത് കാത്തോണമെന്നേ പറഞ്ഞുള്ളൂ, പരാജയപ്പെട്ടു പോയി. പക്ഷേ ഈ മനോഹരമായ തോട്ടത്തിൽ, കെട്ടിയടക്കപ്പെട്ട ഈ തോട്ടത്തിൽ, കാന്തയായ ഈ തോട്ടത്തിൽ അകത്ത് പ്രയോജനമുള്ളത് ദൈവം എന്തിനാക്കിയോ അത് സാധിക്കാൻ, അതിന്റെ തികവിലെത്താൻ ആവശ്യമായതെല്ലാം തന്ന് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഈ തോട്ടത്തിൽ ഇതിനെ കാത്തു സൂക്ഷിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. വേല ചെയ്യാനും കാക്കാനും എന്തൊക്കെയാണ് നമ്മൾ കാക്കേണ്ടത്? ഒന്ന്, ഐക്യത കാത്തു സൂക്ഷിക്കുക, ഉപദേശം കാത്തു സൂക്ഷിക്കുക, വിശ്വാസം കാത്തു സൂക്ഷിക്കുക, കൽപ്പനകൾ കാത്തു സൂക്ഷിക്കുക, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. ദൈവവചനം എത്രയോ വ്യക്തമായി ഈ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിരിക്കുക. പണ്ട് സൃഷ്ടികളുടെ തുടക്കത്തിൽ ഒരു ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ആ ഏദൻ തോട്ടത്തോട് ബന്ധപ്പെട്ട് ചില ആത്മീയ ചിന്തകൾ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ചിരിക്കുക. മനോഹരമായ ഈ തോട്ടത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായി, നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഇത് കാത്തു സൂക്ഷിക്കുന്നവരായി, ഇതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി, ഇതിന്റെ മഹത്വം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവരായി, വേല ചെയ്യുന്നവരായി,
നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കും.